കാർക്കെയിനൊക്കെ പേര്. എന്നിട്ട് സുബ്രഹ്മണ്യൻ ഹൗസ് നോട്ട് ഹിയർ. ഓക്കെ, that is Mohan's house, not here. Not here. Okay. ഓ, ഇവളുമാരാണോ? 666655. Hmm, 6655. Now it is almost 7:42. Okay, 7:42 and today is 8th November. കേട്ടോ അമ്മേ, ഞാനിപ്പോൾ അവിടെ നിൽക്കുമ്പം എന്തോ ഡ്രാമയാണെന്ന് നമുക്കറിയത്തില്ല ഇതൊക്കെ എന്താണെന്നുള്ളതൊന്നും. രാജേഷ് ഗംഗയെന്ന് പറയുന്നവനും പിന്നെ എന്താ അതിനകത്ത് ഡിംപിൾ എന്ന് പറയുന്നവളാണ് തോന്നിയിരിക്കുന്നത്. അവളും കൂടെ ഇവിടെ ഈ മോഹൻ സിംഗിൻ്റെ വീടിൻ്റെ അവിടെ വന്ന് തിരിച്ചു പോകുന്നു. ആരും അവിടെ ഒന്നും ഇല്ല, ആരെയും വിളിച്ചുമില്ല. അവിടെ വരെ വന്നിട്ട് തിരിച്ച് കാറ് പോകുന്നു. എന്തോ ഡ്രാമയമ്മ ഇതൊക്കെ, നമുക്ക് മനസ്സിലാവുന്നില്ല എന്തൊക്കെയാണെന്നുള്ള കള്ളത്തരങ്ങൾ. ഡിംപിള്, ഡിംപിളിൻ്റെ മോള്, എന്തോ അവിടെ പേര്, അവിടെ പേരൊന്നും നമുക്കറിയത്തില്ല. ഡിംപിളെന്നാണ് അവളെ വിളിക്കുന്നത് എല്ലാവരും. അമ്മ പറയുന്ന കേട്ടോ അവള് സാമൂഹ്യ പ്രവർത്തകയാണ്. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവളുണ്ടായിരുന്നല്ലോ. എന്തുവാ ഇവള് ഇങ്ങനെ നമ്മളെ എന്നെ കുറിച്ച് ഇനി വല്ല കള്ളക്കഥകളൊക്കെ നാടകമൊക്കെ ഉണ്ടാക്കുന്നതാണോ അവിടെ? ആർക്കറിയാം എന്താണെന്നുള്ളത്. ആ ഡിംപിളാണ് തയ്യക്കാരൻ, നമുക്കറിയാം. ഇവളൊക്കെ ഇങ്ങനെ എന്തോ ഏതാണ്ട് ആരാണ്ട് പണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഇപ്പൊ ഇവനും 6655 അതെന്ന് പറഞ്ഞോണ്ട് ഒരു വണ്ടിക്കകത്ത ഇവിടെ വന്ന് മോഹൻ സിംഗിന്റെ വീടിന്റെ ഫ്രണ്ടിലോട്ടിട്ട് തിരിച്ചേച്ച് അങ്ങ് തിരിച്ചു പോയി. എന്തോ ഡ്രാമയൊക്കെയാണോ എന്തോ ഇങ്ങനെയൊക്കെ എന്തുവാ ഇത് എന്തുവാ? അവിടെ അങ്ങ് വല്ലവരെയും കാണാൻ വരണമെങ്കിൽ അവിടെ കയറി ഇതാക്കണം. ഇവളുമാർ അവിടെ വരെ വന്നേച്ച് തിരിച്ചു പോകുന്നു. അതെന്തുവാ അമ്മേ? അല്ല, എന്താ ഡ്രാമയാന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ. നമ്മുടെ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുക. പക്ഷെ എന്നെ കുറിച്ച് ഈ ഡ്രാമകളൊക്കെ നടത്തുന്നത് ഇതൊന്നും അത്ര എന്തുവാ, എന്നെ കുറിച്ച് ഡ്രാമകളൊന്നും നടത്തണ്ട. ഇങ്ങനെയൊക്കെയുള്ള കള്ള ഡ്രാമകളൊക്കെ കേട്ടോ. കുറെ എണ്ണം ഉണ്ട് എന്നെ കുറിച്ച് ഇങ്ങനെ ഡ്രാമ ഉണ്ടാക്കാം. ഞാൻ ആരുടെ കൂടെ പോയെന്നോ അതും ഇതൊക്കെ. അതിനാ ഞാൻ എപ്പോഴും ഇത് എടുക്കുന്നത്. ഞാൻ എവിടെ ആയിരിക്കുന്നതെന്നൊക്കെ. വല്ലാത്ത രോഗങ്ങളാണ് നാട്ടുകാർക്ക്. ഇവന്മാരാരാ എന്നെ കുറിച്ച് കഥയൊക്കെ ഉണ്ടാക്കാൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുവാ ഇത് കഥകള്? അതൊന്നും എനിക്കറിയത്തില്ല. ലീലയുടെ മോന്റെ ജോലി എന്താന്ന് എനിക്കറിയാവോ? ലീലയുടെ മോന്റെ ജോലി എന്തുവാന്ന് എനിക്കറിയത്തില്ല. ലീലയുടെ മോഹൻ സിംഗിന്റെ പെണ്ണുപിള്ളയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവന്റെ പെണ്ണുപിള്ളയെല്ലാം പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇങ്ങനെ തന്നെ പറഞ്ഞാ വിട്ടിരിക്കുന്ന എല്ലാ അവളുമാര് കണ്ടവന്മാരുടെ കൂടെ എല്ലാം പോവാന്ന് പറഞ്ഞോണ്ടാ ഇങ്ങനെ പറഞ്ഞു വിട്ടേച്ചാ ഇവന്മാരിങ്ങനെ ഡ്രാമയുമായിട്ട് നടക്കുന്നത്. ഈ നാട്ടുകാരെല്ലാം അങ്ങനെയാ പറയുന്നത്. എന്നോട് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ പോലെ തന്നെ ആണല്ലോ മോഹൻ സിംഗിന്റെ വീട്ടിലും കൊച്ചിനെ കൊണ്ട് നിർത്തിയേച്ച് അവളെ എല്ലാം പറഞ്ഞു വിട്ട് ഡിവോഴ്സൊക്കെ കഴിഞ്ഞ് നടക്കുവാന്നല്ലോ. ഇതാന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞത്. അല്ല, എന്തോ ഡ്രാമയാന്ന് മനസ്സിലാവുന്നില്ല ഇതൊന്നും. എന്തുവാ ഇതൊക്കെയാ? ഇങ്ങനെ വരിക, വന്ന് തിരിച്ചുകൊണ്ട് പോവുക. ഓരോ കുട്ടച്ചാരിൽ അവിടെ മന്ദിരത്തിൻ്റെ അവിടെ വരെ പോയേച്ച് തിരിച്ചു പോവുക. എന്തുവാ ഇത്? നല്ല പണ്ടും ഇതുപോലായിരുന്നു. കുട്ടച്ചാറിൻ്റെ മോനിങ്ങനെ പാതിരാത്രിക്ക് ഇതുവഴി ഇങ്ങനെ നടക്കുക, അവിടെ വരെ പോയേച്ച് തിരിച്ചു പോവുക. പാതിരാത്രിക്ക് 1 മണിക്കും 2 മണിക്കും. എന്തോ ഡ്രാമയൊന്നും മനസ്സിലാവുന്നില്ല. എന്തുവാന്ന് ഇത്? ഇങ്ങോട്ട് കയറിയില്ലല്ലോ. എന്നെ കുറിച്ച് ഇത് ഡ്രാമ ഉണ്ടാക്കുന്നത് ശരിയല്ലല്ലോ. ഇതെന്തോ ഡ്രാമയല്ല. എന്തോ പോലീസുകാരൊക്കെ ഇതിട്ട് സപ്പോർട്ടാണോ ഇങ്ങനത്തെ ഡ്രാമയ്ക്കൊക്കെ? കറണ്ട് പോയത് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് അറിയാമല്ലോ. എത്ര പ്രാവശ്യം കറണ്ട് പോയി നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇങ്ങനെയാണോ കറണ്ട് പോകുന്നത്? അല്ല, ഇങ്ങനെയാണോ കറണ്ട് പോകുന്നത്? 550 പ്രാവശ്യം കറണ്ട് പോവോ? ഇപ്പോഴാ വന്നത്. 550 പ്രാവശ്യമാണ് പോയത്. ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്നാളി പോയത് അമ്മ ഇല്ല ബാത്റൂമിൽ പോയപ്പോഴത്തേന് കറണ്ട് പോയത് അമ്മയ്ക്ക് അറിയാമല്ലോ ഒരു ദിവസം. എന്താ ഇത്? എന്തോ ഡ്രാമ ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഇതെന്ന്
അവൻ വിചാരിച്ചു 8-9 പെണ്ണുങ്ങളുള്ള വീടാണ് ഫോൺ ചെയ്ത് അതെല്ലാം അടിച്ചെടുക്കാൻ വിചാരിച്ചു. സർക്കാരെ അടിച്ചെടുക്കാനാ ഇപ്പൊ കേസ് നടക്കുന്നത്. സർക്കാരെ ഇപ്പൊ സർലയുടെ മാത്രമല്ല, ഇപ്പൊ എന്റെ അടിച്ചെടുക്കാൻ അവൻ നടക്കുന്നത്. അവന് ഫ്ലൈറ്റ് വർത്തണം, അങ്ങനെ വർത്തണം, ഇങ്ങനെ വർത്തണം. എന്തോ സർലയുടേത് അങ്ങനെ കണ്ട പെണ്ണുങ്ങളെ എല്ലാം അവൻ എന്തോ അടിച്ചു ഓടിച്ചു എല്ലാം ഇങ്ങനെ ഇതാക്കി. ഇപ്പൊ ഇവന് കുറച്ച് BJP എന്ന് പറയുന്ന വക്കീല് ഗൂണ്ടയുണ്ട്, പിന്നെ അല്ലാതെ നാട്ടിൽ കുറെ ഗൂണ്ടയുണ്ട്. നമ്മള് പെണ്ണുങ്ങൾക്ക് കുറെ 2000 എൻ്റെ കയ്യിലുണ്ട് ശശിമാമൻ പറയുന്നതൊക്കെ. ഇവൻ 7 മണി കഴിഞ്ഞ് എന്നും ചീത്തവിളിയായിരുന്നെന്നും അറിയായിരുന്നെന്നും ഒക്കെ ഉള്ളത്. എൻ്റെ ക്യാമറ അടിച്ചു പൊട്ടിച്ചതൊക്കെ അറിയാവുന്ന. എന്നിട്ട് അങ്ങേരെന്തിനാ ആളുകളെ കൊണ്ട് വന്ന് ഇവിടെ കയറിയത്? എൻ്റെ പ്രമാണം തപ്പാനാന്ന് പറഞ്ഞു കൊടുത്ത്. അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും പ്രമാണം തപ്പി എടുത്തോണ്ട് പോകാനായിരുന്നു എന്നുള്ളത്. ഇവനൊക്കെ എന്തോ എൻ്റെ വീട്ടിൽ കയറി എൻ്റെ പ്രമാണം തപ്പാനും കണ്ടവറ പ്രമാണം തപ്പാനൊക്കെ ഇവനാരാ? എൻ്റെ വീട് അടിച്ചു പൊളിക്കാൻ ഇവനാരാ? ഇവനെന്തോ ഇങ്ങനെ ഡ്രാമയിൽ അവിടെ വരെ പോവാ തിരിച്ചു പോവാ എന്തോ ഡ്രാമ ഉണ്ടാക്കുമോ ഇവൻ രാവിലെ? നടക്കട്ടെ, അവൻ ഇങ്ങോട്ട് കാണത്തില്ല. എന്നെ കുറിച്ച് ഡ്രാമയൊന്നും ആരും ഉണ്ടാക്കണ്ട, ഒരാളും ഒരവനും. എന്നെ കുറിച്ച് ഡ്രാമ ഉണ്ടാക്കാനൊക്കെ തിരിപ്പെടും. നമ്മളങ്ങനെ നടക്കുമല്ലോ. കുറെ എന്തോ വന്നാ സൂക്കേട് ലവളിൽ അവിടെ വരെ വന്ന് തിരിച്ചു പോകും. എന്തോ വന്നാ ഇതിനകത്ത് ഇരിക്കുന്നവള് രാജേഷ് ഇങ്ങനെ അവളുമായിട്ട് ഇങ്ങനെ കുറെ പെണ്ണുങ്ങളായിട്ട് നടക്കും. എന്തു വന്നാ